എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മാണിക്കക്കല്ല് എന്ന നോവലിൻ്റെ അവസാനം എന്തുണ്ടായി എന്നറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവരും അല്ലേ? ഇന്ന് അതിൻ്റെ അവസാന ഭാഗം 8ഉം 9ഉം അധ്യായം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കഥയുടെ അവസാനത്തിൽ എന്താ ഉണ്ടായത്? സത്യൻ ആ ഉഗ്രസിംഹ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു കാവൽക്കാരനായിട്ട് കൂടിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. എൻ്റെ ഈ കഥ കേൾക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും ഇനിയും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തണം. കുറച്ചധികം ആളുകൾ കേൾക്കാനും കാണാനും ഉണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്കും ഇത് പറയാനൊരു ആകാംക്ഷ ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് കഥയിലേക്ക് വരാം. 3-ാം നിലയുടെ പ്രവേശന ദ്വാരത്തിലാണ് സത്യനും കൂട്ടുകാരനായ കാവൽക്കാരനും നിൽക്കുന്നത്. അതിനെ തുടർന്നൊരു വലിയ വിശാലമായ തളമാണ്. അതിൻ്റെയും അപ്പുറത്ത് ഒരു മുറിയുടെ ഉള്ളിലാണ് രാജാവ് കിടന്നുറങ്ങുന്നതെന്ന് സത്യൻ ഊഹിച്ചു. കൊട്ടാരം നിശബ്ദമായി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാവൽക്കാർ നടക്കുന്ന ചെറിയൊരു ഒച്ച മാത്രമേ ഉള്ളൂ. സത്യൻ കുറേ അധികം പ്ലാനുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്ത് ചെയ്താലാണ് ഇനി ഈ മാണിക്കക്കല്ല് തൻ്റെ കയ്യിലെത്തുക? ഓരോ പ്ലാൻ വിചാരിക്കും, അതിലെ അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യൻ ഉറക്കം വരുന്നതായിട്ട് കാണിച്ചു. ചേട്ടാ, എനിക്ക് ഉറക്കം വല്ലാതെ വരുന്നു, ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. അയാൾ സമ്മതിച്ചില്ല. പിന്നെ ഉറങ്ങാനാണോടാ അവിടെ വന്നത്? നേരെ നിൽക്കടാ എന്ന് പറഞ്ഞു. സത്യൻ ഒന്ന് നേരെ നിന്നു. വീണ്ടും വല്ലാതെ ഉറക്കം വരുന്ന പോലെ. പറ്റുന്നില്ല ചേട്ടാ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. സത്യൻ അവിടെ ഇങ്ങനെ കണ്ണുമടച്ച് നിന്നു. ഉറങ്ങാനല്ല, ഉറക്കം വരാതിരിക്കാനാണ് സത്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടപ്പോൾ സത്യൻ വേഗം എഴുന്നേറ്റു. എന്താ ചേട്ടാ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ ഉറങ്ങട്ടെ. അതും പറഞ്ഞ് വീണ്ടും സത്യൻ കണ്ണടച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ആഹാ അത് കൊള്ളാം, നീ ഉറങ്ങുക, ഞാൻ കാവൽ നിൽക്കുക. ഇനി നീ ഇവിടെ കാവൽ നിൽക്കുക, ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. സത്യൻ സമ്മതിച്ചു. അയാൾ ചുമരും ചാരി നിന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ ഉറക്കത്ര സുഖമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ താഴെ ഇരുന്ന് തല കാൽമുട്ടിൽ വെച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യൻ ഒന്ന് വിളിച്ചു നോക്കി. ചേട്ടാ വരട്ടടാ, കുറച്ച് നേരം കൂടെ ഞാൻ ഉറങ്ങട്ടെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സത്യൻ ഒന്നും കൂടെ വിളിച്ചു നോക്കി. ചേട്ടാ. അയാൾ ഒരൊച്ചയും കേൾക്കുന്നില്ല, നല്ല ഉറക്കമായിട്ടുണ്ട്. കാലുറച്ച് ശബ്ദം ഉണ്ടാക്കി നോക്കി, അയാൾ ഉണരുന്നില്ല. സത്യൻ തീരുമാനിച്ചു, ഇതാണ് പറഞ്ഞ സമയം, ഇനി നേരം കളഞ്ഞുകൂടാ. പെട്ടെന്ന് സത്യൻ തളത്തിലേക്ക് കടന്നു. രാജാവ് കിടന്നുറങ്ങുന്ന മുറിക്കുള്ളിലേക്ക് ചെന്നു. രാജാവിൻ്റെ അരികിലെത്തിയപ്പോൾ തൻ്റെ നെഞ്ചിടിപ്പ് കേട്ട് രാജാവ് ഉണരുമോ എന്നാണ് സത്യൻ്റെ ഭയം. 2 സിംഹപ്രതിമകളാണ് സ്വർണ്ണ പെട്ടി പിടിച്ചു നിൽക്കുന്നത്. അത് സത്യൻ കണ്ടുപിടിച്ചു. വേഗത്തിൽ തന്നെ താക്കോലെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ സത്യൻ പുറത്തു കടന്നു. നോക്കി, കാവൽക്കാരൻ അപ്പോഴും നല്ല ഉറക്കമാണ്. വേണമെങ്കിൽ തനിക്ക് അയാളെ കൊല്ലാം, പക്ഷേ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ആരാണെന്നറിഞ്ഞാൽ എൻ്റെ തല പോകും. എന്നിട്ട് ഉടനെ സത്യൻ ഒരു ചുമരലങ്കരിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രതിമ കയ്യിലെടുത്തിട്ട് വിളക്കിനെ നോക്കി ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. വിളക്ക് തകിട് പൊടി കടപടേന്ന് ഒച്ചയായിട്ട് താഴെ വീണു. അത് കേട്ട് കാവൽക്കാരൻ ഞെട്ടി എഴുന്നേറ്റു. എന്തേ? ഉടനെ സത്യം വിളിച്ചു പറഞ്ഞു, കള്ളൻ കള്ളൻ. ഉടനെ അയാളും വിളക്ക് കെട്ടക്കാരനെ കൂരി ഇരുട്ട്. കള്ളൻ കള്ളൻ എന്ന് ആ കാവൽക്കാരനും വിളിച്ചു പറഞ്ഞു. കൊട്ടാരം നിമിഷങ്ങൾക്കകം ഉണർന്നു. താഴെയുള്ള കാവൽക്കാർ 3-ാം നിലയുടെ മുകളിലേക്കും 3-ാം നിലയിലുള്ളവർ താഴേക്കും ആകെ ബഹളമയം. സത്യൻ പോകുന്ന വഴിയിലൊക്കെ തൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളെടുത്ത് ജനലയ്ക്കും വാതിലിക്കും എല്ലാം എറിഞ്ഞു. കള്ളൻ ദാ ജനല വഴി രക്ഷപ്പെട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
എല്ലാവരും കൂടെ താഴേക്ക് ഓടി. സത്യൻ വേഗം കുതിരകളെ കെട്ടിയിട്ടുള്ള ആലയിൽ ചെന്ന് ഒരു കുതിരയെടുത്തു. വേറെ കുറേ കാവൽക്കാരും ഒപ്പം തന്നെ കുതിരയെടുത്ത് സത്യൻ്റെ കൂടെ കൂടി. കള്ളൻ ഈ വഴിക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്നും പറഞ്ഞ് സത്യൻ ഇങ്ങനെ വേഗത്തിൽ കുതിരയെ ഓടിപ്പിച്ചു. പിന്നാലെ അവരും ഓടി. ഒരു കവലയിലെത്തിയപ്പോൾ സത്യൻ ഒന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയി. പട്ടാളക്കാർ നേരെ പോയി. സത്യന് മനസ്സിലായി, ഓ തൻ്റെ പുറകിൽ ആരുമില്ല. സത്യൻ എന്നാലും വേഗത്തിൽ ഓടിച്ചു. സത്യം മനസ്സിൽ കരുതി, കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്ന വിഭാഗം മനസ്സിൽ കരുതി സത്യൻ ഓടിച്ച് കുതിരയെ ഓടിച്ച് ഈ കാടിൻ്റെ അതിർത്തിയിലെത്തി. കുതിരയെ അവിടെ കെട്ടി സത്യൻ അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ഇവിടെ 8ാമത്തെ അധ്യായം തീർന്നു. ഇനി 9ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ സത്യൻ നേരം വെളുത്തതും തൻ്റെ കയ്യിലുള്ള മാണിക്കക്കല്ലുമായി വേഗത്തിൽ തന്നെ പൊയ്കയുടെ അവിടെ എത്തി. പൊയ്കയിൽ കാണിച്ചു. വെള്ളം 2ആയി പിളർന്നു. വേഗത്തിൽ കൽപ്പടവുകൾ ഓടി ഇറങ്ങി സത്യൻ അവിടെ ചെന്നു. രാജകുമാരി കരഞ്ഞ് തളർന്നിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത് തന്നെ രാജകുമാരനും ഇരിക്കുന്നുണ്ട്. സത്യനെ കണ്ടതും അവർ ഞെട്ടി. ഒരു പ്രേതത്തെ കണ്ടാലെന്ന വിധത്തിൽ ചാടി എഴുന്നേറ്റു. സത്യനോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു, അതെ ഞാൻ തന്നെ. നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് കടക്കണം. സത്യൻ പറഞ്ഞു. എങ്ങനെ പുറത്ത് കിടക്കാനാണ്? ആ മാണിക്കക്കല്ലേ ഇവള് നഷ്ടപ്പെടുത്തി. സത്യൻ ഉടനെ പറഞ്ഞു, അത് ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട്. രണ്ടാവളും ഒരേ സ്വരത്തിൽ ചോദിച്ചു, ഉവ്വ് അതുകൊണ്ടാണല്ലോ എനിക്കിവിടെ വരാൻ പറ്റിയത്. അപ്പോൾ ഈ മാണിക്കക്കല്ല് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന കഥ രാജകുമാരി പറഞ്ഞു. സത്യൻ പോയ ദിവസം ഉച്ചയ്ക്ക് രാജകുമാരൻ ഉറങ്ങുന്ന നേരത്ത് മാണിക്കക്കല്ലുമായി രാജകുമാരി കാടിൻ്റെ അവിടെ വന്നു. പുറം ലോകമൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. രാജകുമാരിക്ക് അങ്ങനൊരു മോഹമുണ്ടായി. പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു വൃദ്ധ വിറക് ശേഖരിക്കുന്നു. അവർ തമ്മിൽ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. ഉള്ള കാര്യങ്ങൾ മുഴുവനും രാജകുമാരി ആരോട് പറഞ്ഞു കൊടുത്തു? വൃദ്ധയോട് പറഞ്ഞു കൊടുത്തു. വൃദ്ധയ്ക്ക് രാജകുമാരിയെയും രാജകുമാരിക്ക് വൃദ്ധയെയും നല്ല ഇഷ്ടമായി. അന്ന് രണ്ടുപേരും പിരിയാൻ നേരത്ത് നാളെയും കാണാമെന്നും പറഞ്ഞ് പിരിഞ്ഞു. രാജകുമാരി കൊട്ടാരത്തിലേക്ക് വന്നു. പിറ്റേ ദിവസവും രാജകുമാരൻ ഉറങ്ങുന്ന നേരത്ത് രാജകുമാരി പുറത്തു ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് വൃദ്ധ ഈ മാണിക്കക്കല്ല് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. രാജകുമാരി മാണിക്കക്കല്ല് കാണിച്ചു കൊടുത്തു. അന്നും അവർ പിരിഞ്ഞു. അടുത്ത ദിവസവും വൃദ്ധയെ കാണാനായിട്ട് രാജകുമാരി പുറത്തു വന്നു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, എനിക്ക് കൊട്ടാരം ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ വൃദ്ധയെയും കൂട്ടിയിട്ട് രാജകുമാരി കൊട്ടാരത്തിലേക്ക് വന്നു. വൃദ്ധ കുറേ പഴങ്ങളൊക്കെ ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പഴമെടുത്ത് കഴിച്ചതേ രാജകുമാരിക്ക് ഓർമ്മയുള്ളൂ. രാജകുമാരി മോഹാലസ്യപ്പെട്ട് വീണു. പിന്നെ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയുമില്ല, മാണിക്കക്കല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി തനിക്കെങ്ങനെ കിട്ടിയതെന്നുള്ള കഥ സത്യൻ പറഞ്ഞില്ല. നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞവർ വേഗത്തിൽ കാടിൻ്റെ പുറത്തു വന്നു. കൊട്ടും കുരവയും മേളവും ആഘോഷവും ഒന്നുമില്ല. രാജകുമാരൻ്റെ തോളുരുമി സുന്ദരിയായ രാജകുമാരിയും അവർക്ക് പുറകിൽ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് സത്യനും കൊട്ടാരത്തിലേക്ക് നടന്നു. ഇവിടെ മാണിക്കക്കല്ല് കഥ അവസാനിച്ചിരിക്കുകയാണ്. നല്ല നോവലാണ്. കുട്ടികൾ വായനയിലേക്ക് വരണം. അതിനാണ് പ്രത്യേകിച്ചും ഞാൻ ഇന്ന് ഈ മാണിക്കക്കല്ല് പറഞ്ഞത്. ഇത് വലിയ താല്പര്യം നിങ്ങളിൽ ഉണർത്തും. കഥകൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് താല്പര്യമുള്ളതായിരിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. എൻ്റെ കഥയും കേൾക്കുക. ഞാൻ ഈ കഥ കേൾക്കുന്നവർ തന്നെ ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചതന്ത്ര കഥകൾ, തെന്നാലിരാമൻ കഥകൾ, അങ്ങനെ ഇനിയും കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസാഗരമാണ്. ആ കഥകളൊക്കെ ഇനിയും ഞാൻ പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ കഥ കേൾക്കുന്നവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരാർക്കെങ്കിലും കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്കും ഇത്തിരി സന്തോഷം തരും.
ശരി, അടുത്ത് തന്നെ ഒരു കഥയുമായിട്ട് വരാം.